വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ. യേശു ഗലീല കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. സെബദി പുത്രന്മാരായ യാക്കോബിനെയും സഹോദരൻ യോഹന്നാനെയും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും യേശു വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു ശിഷ്യന്മാരെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. തൽക്ഷണം അവർ ചെയ്തുകൊണ്ടിരുന്ന വരുമാന മാർഗങ്ങൾ, മീൻപിടുത്തം, അതിനുവേണ്ടിയുള്ള വല, വഞ്ചി എല്ലാം ശരിയായ വിധത്തിൽ അവർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, അതിനൊരുക്കുന്ന സമയത്ത് യേശുവിൻ്റെ വിളി, ശക്തമായ വിളിക്ക് അനുസൃതമായി അവർ വല ഉപേക്ഷിച്ച്, വഞ്ചി ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ, അതായത് യേശുവിനെ അവർ അനുഗമിക്കുകയാണ് ചെയ്തത്. വല, വഞ്ചി എന്നത് ഉള്ളതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ബിസിനസ്, വരുമാന മാർഗങ്ങൾ, തൊഴിൽ മാർഗങ്ങൾ എന്തൊക്കെയോ അതിൽ മാത്രം 100 മേനി വെള്ളവും നൽകിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മോചിതരായി യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വന്ന ഒരു വ്യക്തിക്ക് രോഗം സൗഖ്യം ഒരു ഡോക്ടറിൽ നിന്ന് ലഭിച്ചാൽ ആ ഡോക്ടറെ കുറിച്ച് അവൻ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കും, തന്നെ സൗഖ്യപ്പെടുത്തിയ ആ സുദിനങ്ങളെ ഓർത്ത്. അതുപ്രകാരം പാപമോചനം തന്നിട്ടുള്ള യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിനെ പ്രഘോഷിക്കുവാൻ നാം ഓരോരുത്തരും കടമപ്പെട്ടിട്ടുള്ളവരാണ്. ആയതിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പര്യാപ്തരാകണം. അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളവരാണ്, കടമ ഉള്ളവരാണ്. യേശു പറയുന്നുണ്ട്, വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ 18-ൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യേശു വിളിച്ചപ്പോൾ വല ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന ആ ഒരു മനോവീര്യം യേശു ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കടമപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്യുന്നുണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ. നമുക്ക് ഓരോരുത്തരും കഴിയുന്നുണ്ടോ യേശുവിനെ അനുഗമിക്കുവാൻ? അല്പനേരം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് യേശുവിനോട് കൂടി ആയിരിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ ഓരോ മക്കളും കടപ്പെട്ടവരാണ്. ആയതിനു വേണ്ടി ഓരോ മക്കളും സുവിശേഷ വേല ചെയ്യുവാൻ ശക്തി പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഓരോ മക്കൾ നിറയട്ടെ. 100 മേനി വിളവ് നൽകിക്കൊണ്ട് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ സുവിശേഷ വേല ചെയ്യുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഹല്ലേലൂയ.